ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി വർക്കായിട്ടാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇത്രയ്ക്ക് അടിപൊളി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ താരം എഗ് കാർട്ടനാണെന്ന്. അപ്പോൾ ഞാനിത് എഗ് കാർട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു ഫുള്ളായിട്ടൊന്നും വേണ്ടേ. അപ്പോൾ ഞാനിതാ കുറച്ച് പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാം ഒന്ന് കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ കളർ കൊടുക്കാനായിട്ട് അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിതാ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ ഭാഗവും ഉൾവശവും പുറമേ വശവും കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് വെച്ച പീസിനെല്ലാം ഇതേപോലെ കൊടുത്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. അത് ഉണങ്ങുമ്പോഴേക്കും നമുക്കൊരു കാർഡ്ബോർഡ് പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഈ റൗണ്ട് ഷേപ്പിന് പകരം സ്ക്വയർ പീസ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന റൗണ്ട് പീസാണ്. അപ്പോൾ റൗണ്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചായാലും ഇങ്ങനെ തന്നെ എടുക്കുക. ഇനി വേണ്ടത് ഒരു പേപ്പറാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് പീസാക്കുന്നുണ്ട് ഒരു പേപ്പറിനെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ ഈ പേപ്പർ പീസിൻ്റെ അറ്റത്ത് ഒരു പെന്ന് വെച്ചിട്ട് പെന്നോ പെൻസിലോ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് എൻഡിങ്ങിലൊന്ന് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല അത് ഓപ്പൺ ആയി പോകുമല്ലോ. അപ്പോൾ അത് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള രണ്ട് റോളാണ് കേട്ടോ വേണ്ടത്. ഒന്ന് വലുതും ഒന്ന് അതിൻ്റെ തൊട്ട് ചെറുതുമായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തൊട്ട് ചെറുതെടുക്കാൻ ഞാനിതിൽ നിന്ന് അടുത്ത പീസിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതും ഇതേപോലെ തന്നെ റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കളറൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിതാ ബ്ലൂ കളറാട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്ലൂ ആയിരുന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡാർക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ഡാർക്ക് കൊടുത്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തപ്പോൾ എന്താ പറയുക, ഞാൻ വിചാരിച്ച ആ കളർ കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ബ്ലൂ ഉണ്ടെങ്കിൽ അതന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. എന്നാലും ബ്ലൂ കളർ എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ലൈറ്റ് ബ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോളില്ലേ, ആ റോളിനും ഇതേപോലെ തന്നെ ബ്ലൂ കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലൂ പെയിൻറ് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തെടുത്താലും മതിയേ. ഈ കാർഡ്ബോർഡ് പീസും അതേപോലെ നമ്മുടെ അടുത്തുള്ള റോളും ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇപ്പോൾ ഞാൻ പെയിൻറ് കൊടുത്തതുകൊണ്ട് നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഉണങ്ങുമ്പോഴേക്ക് നമ്മൾ ആദ്യം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കില്ലേ, കൂജാന്നോ കലെന്നോ എന്താ നിങ്ങൾ പറയുക, എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ചെയ്തത് കണ്ടപ്പോൾ. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലുള്ള രണ്ട് പീസാണ് കേട്ടോ വേണ്ടത്. ഇതേ ഷേപ്പിലുള്ള രണ്ട് പീസ് വേണം. അപ്പോൾ ഞാൻ രണ്ട് പീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പീസൊക്കെ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇനി നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ നേരത്തെ ഉണങ്ങാനായി വെച്ചതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതൊന്ന് ഒരു പ്ലേറ്റിൻ്റെ ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് പീസ് അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് റോൾ ആക്കി വെച്ചില്ലേ, അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ കൂജൻ്റെ ഷേപ്പിലുണ്ടാക്കി വെച്ചില്ലേ, അതാദ്യം മുകളിലുള്ള കുറച്ച് വലിയ റോളില്ലായിരുന്നോ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ അത് അങ്ങനെ സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊട്ട് ചെറുതില്ലേ, ആ ചെറുതിൽ നമ്മൾ വേറൊരു ഷേപ്പിൽ ഒന്നും ചെയ്യാത്തൊരു ഷേപ്പ് ചെയ്ത് വെച്ചില്ലേനോ, ആ ഷേപ്പിൽ ഇതേ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു ഷേപ്പിൽ നമ്മൾ കമിഴ്ത്തി വെക്കാമെന്നറിയില്ലേ, കമിഴ്ത്തി വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ മറ്റേ കൂജയും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക.
എന്നിട്ട് സൈഡിൽ ബാക്കി വരുന്നതും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ വലുതായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലാവും കേട്ടോ എന്തിനാണ് ഇങ്ങനെ ഒട്ടിച്ചത്. നമ്മൾ വെള്ളം വരുന്ന ആ ലുക്കിന് വേണ്ടിയിട്ട് നേരത്തെ പ്ലേറ്റിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് സെറ്റാക്കി വെച്ചില്ലേ, അതിതാ ഇതേപോലെ താഴത്തേക്ക് വെള്ളം വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു മനസ്സിലാവും കേട്ടോ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിതാ ഇതേപോലെ വെള്ളം അടുത്ത കൂജയിലേക്ക് ഇങ്ങനെ വെള്ളം തൂവില്ലേ, ആ ഒരു രീതി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആദ്യം തന്നെ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ടാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ലുക്ക് തന്നെ കിട്ടിക്കോളും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് ഒരു തടാകത്തിൻ്റെ അരിക് അങ്ങനെയൊക്കെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ പച്ചപ്പൊക്കെ വരുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ യെല്ലോ കളർ പർപ്പിൾ കളറൊക്കെ ആയിട്ടുള്ളത്, അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുല്ലൊക്കെ വെക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്രാസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, മരം വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആയിട്ട് വെള്ളം പോകുന്ന രീതിയിൽ ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് മരത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം പോകുന്ന ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ, വെള്ളത്തിൻ്റെ ആ ലുക്ക് കിട്ടുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണ്. അടിപൊളി ലുക്കാണ് കേട്ടോ. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്നൊന്നും ആരും പറയില്ല കേട്ടോ. എഗ് കാർട്ടനാണ്, കാർഡ്ബോർഡ് പീസാണെന്നൊന്നും ഒരിക്കലും ആരും പറയില്ല കേട്ടോ. അത്രയ്ക്കും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് നല്ല പോലെ ഇഷ്ടമായി കേട്ടോ. ഹസ്ബൻഡ് കണ്ടപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വെറുതെ കളയാതെ നമുക്ക് നമ്മളെ വീട്ടിൽ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും പിന്നെ എന്താ പറയുക, എല്ലാവരും ഇത് കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കെന്താ പറയുക വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അതേപോലെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. ചൊവ്വാഴ്ചയാണ് കേട്ടോ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിന് പേരൊന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ വീഡിയോസ്. ഇതേപോലെയുള്ള നല്ല ക്രാഫ്റ്റ് ഐഡിയക്ക് വേണ്ടിയിട്ട് ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ സ്റ്റോൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് ഇതേപോലെ കളേഴ്സൊക്കെ കൊടുത്താൽ മതി കേട്ടോ. സ്റ്റോൺസിന് ഏത് കളറാണോ വേണ്ടത് അത് കൊടുക്കുക. അതേപോലെ പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കളർ പേപ്പേഴ്സ് കൊണ്ട് ചെയ്താലും മതി കേട്ടോ. കളർ പേപ്പേഴ്സ് കൊണ്ട് നമുക്ക് ലീവ്സ് പോലെയൊക്കെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്കിതാ ആ ഗ്രാസിൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും ആ ഒരു ലുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഞാൻ വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.